ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. റമദാൻ മാസത്തിലെ പകൽ സമയങ്ങളിൽ ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിൽക്കുന്നതിനും നിയന്ത്രണങ്ങളുമായി ഷാർജ സിറ്റി മുനിസിപ്പാലിറ്റി. ഇവയ്ക്ക് പ്രത്യേക പെർമിറ്റുകൾ വിതരണം ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു. ഇഫ്താറിന് മുമ്പ് കടകൾക്ക് പുറത്ത് ഭക്ഷണം പ്രദർശിപ്പിക്കുന്നതിനും ചില നിയന്ത്രണങ്ങൾ അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. റമസാൻ പകൽ സമയങ്ങളിൽ റെസ്റ്റോറൻറ്റുകളിലും മാളുകളിലും ഭക്ഷണം വിളമ്പരുത്. അതേസമയം പാർസലായി വിൽപ്പന നടത്താൻ അനുമതി നൽകും. അടുക്കളയിൽ വെച്ച് മാത്രമേ ഭക്ഷണം തയ്യാറാക്കാൻ പാടുള്ളൂ എന്നതാണ് മറ്റൊരു നിബന്ധന. തുറസായ ആളുകൾ കാണുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല. അതേസമയം ജ്യോതിശാസ്ത്ര കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനമാക്കി മാർച്ച് 1 ശനിയാഴ്ച റമസാൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും കൃത്യമായ തീയതി ചന്ദ്രക്കല കാണുന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. റമസാൻ വ്രതം 29 അല്ലെങ്കിൽ 30 ദിവസം നീണ്ടു നിൽക്കും. റമസാനിൽ ഇഫ്താറിന് മുമ്പ് ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിൽക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും ഷാർജ അനുമതി നൽകുന്നുണ്ട്. എന്നാൽ പുറത്ത് ഭക്ഷണം പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾ മുൻകൂർ അനുമതി നേടണം. നോമ്പ് കാലത്ത് വ്യവസ്ഥകൾ പാലിച്ച് ഭക്ഷണം തയ്യാറാക്കാനും വിളമ്പാനും മുനിസിപ്പാലിറ്റി ഭക്ഷണശാലകൾക്ക് അനുമതി നൽകുമെന്നും ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയ പോസ്റ്റിൽ അറിയിച്ചു. ഭക്ഷണം തയ്യാറാക്കുകയും വിൽക്കുകയും ചെയ്യാനുള്ള അനുമതി ഷോപ്പിംഗ് മാളുകളിലേത് ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമാണ്. ഇതിന് മുനിസിപ്പാലിറ്റിയിൽ നിന്നും പ്രത്യേക അനുമതി വേണം. സ്ഥാപനങ്ങളിൽ നിന്നും 3000 ദിർഹം പെർമിറ്റ് ഫീസ് ഈടാക്കും. ഇഫ്താറിന് മുമ്പ് ഭക്ഷണം പ്രദർശിപ്പിക്കുന്നതിനുള്ള അനുമതി റെസ്റ്റോറൻറ്റുകൾ, കഫ്റ്റീരിയകൾ, മധുര പലഹാര കടകൾ, ബേക്കറികൾ എന്നിവയ്ക്ക് നൽകും. വൃത്തിയുള്ള കണ്ടെയ്നറുകളിൽ തുറക്കാനും അടയ്ക്കാനും കഴിയുന്ന ഗ്ലാസ് ബോക്സിന് അകത്തായിരിക്കണം അവ സൂക്ഷിക്കേണ്ടത്. ഭക്ഷണത്തിന്റെ മണം പുറത്തേക്ക് വരരുത്. കുറഞ്ഞത് 100 സെന്റിമീറ്റർ ഉയരത്തിൽ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കണം. അലൂമിനിയം ഫോയിൽ അല്ലെങ്കിൽ സുതാര്യമായ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞ് ഉചിതമായ താപനിലയിൽ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കണം. ശീതീകരിച്ചതോ ഫ്രീസ് ചെയ്തതോ ആയ രീതിയിൽ ഭക്ഷണം സൂക്ഷിക്കരുത്. ഇതിന് സ്ഥാപനങ്ങൾ 500 ദിർഹം പെർമിറ്റ് ഫീസ് നൽകണം. മുനിസിപ്പൽ ഡ്രോയിംഗ് സെന്റർ, തസ്രീഹ് സെന്റർ, അൽ റഖം വഹദ് സെന്റർ, മുനിസിപ്പാലിറ്റി 24 സെന്റർ, അൽ സക്കർ സെന്റർ, അൽ റോല സെന്റർ, അൽ ഖാലിദിയ സെന്റർ, അൽ സൂറ, അൽ ദിഖ സെന്റർ, സേഫ് സെന്റർ, അൽ മലൂമത്ത് സെന്റർ, അൽ സാദ സെന്റർ, തൗജീഹ് സെന്റർ എന്നിവിടങ്ങളിൽ നിന്നും പെർമിറ്റുകൾ ലഭ്യമാകുമെന്നും ഷാർജ മുനിസിപ്പാലിറ്റി അറിയിച്ചു. റമസാൻ പ്രമാണിച്ച് 1000-ലധികം അവശ്യ സാധനങ്ങളുടെ വിലക്കുറവ് ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം പ്രഖ്യാപിച്ചു. രാജ്യത്തെ പ്രധാന റീറ്റെയിൽ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണിത്. റമസാൻ അവസാനിക്കുന്നതുവരെയാണ് വിലക്കുറവ് പ്രാബല്യത്തിലുള്ളത്. മന്ത്രാലയത്തിന്റെ ഡിസ്കൗണ്ടഡ് ഗുഡ്സ് ഇനീഷ്യേറ്റീവ് എന്ന പദ്ധതിയുടെ ഭാഗമായാണിത്. ധാന്യം, പഞ്ചസാര, അരി, പാസ്ത, ചിക്കൻ, ഭക്ഷ്യ എണ്ണ, പാൽ എന്നിങ്ങനെയുള്ള ഭക്ഷ്യസാധനങ്ങളും ടിഷ്യൂ, അലൂമിനിയം ഫോയിൽ പേപ്പർ, ഡിറ്റർജന്റുകൾ തുടങ്ങിയ ഭക്ഷ്യേതര സാധനങ്ങളും ഉൾപ്പെടെയാണ് 1000 അവശ്യ സാധനങ്ങൾക്ക് വിലക്കുറവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേക ടാഗിലായിരിക്കും വിലക്കുറവുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പനശാലകളിൽ പ്രദർശിപ്പിക്കുക. രാജ്യത്തെ സ്ഥാപനങ്ങൾ മന്ത്രാലയം നിശ്ചയിച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് നൽകുന്നുണ്ടോ എന്നും കർശനമായി പരിശോധിക്കും. വില ചട്ടം സംബന്ധിച്ച ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കാൻ മടിക്കരുതെന്നും മന്ത്രാലയം പൊതുജനങ്ങളോട് ഓർമ്മപ്പെടുത്തി. UAEയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്തു. ഇന്ന് ഉച്ചയോടെയാണ് ദുബൈയിലെ വിവിധ പ്രദേശങ്ങളിൽ നേരിയ മഴ ലഭിച്ചത്. ഹിസൈസ്, മുഹൈസിന എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച രാത്രിയും നേരിയ മഴ പെയ്തിരുന്നു. ഇന്ന് ഉച്ചയോടെയാണ് ഖവാനേജ് ഭാഗങ്ങളിൽ മഴ പെയ്തത്. അതേസമയം ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരിക്കുമെന്നും പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്നും നേരത്തെ തന്നെ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരുന്നു. നേരിയ തോതിൽ വടക്ക് കിഴക്കൻ മുതൽ വടക്ക് പടിഞ്ഞാറ് വരെ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 10 കിലോമീറ്റർ മുതൽ 25 കിലോമീറ്റർ വരെ ആയിരിക്കും. ചിലപ്പോൾ മണിക്കൂറിൽ 40 കിലോമീറ്ററും. അറേബ്യൻ ഗൾഫിൽ കടൽ പ്രക്ഷുബ്ധമായേക്കാം. ഒമാൻ കടലിൽ നേരിയതോ മിതമായതോ ആയിരിക്കും കാലാവസ്ഥ. സൗദി സ്ഥാപക ദിവസത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 23-ന് ബാങ്കുകൾക്ക് അവധിയായിരിക്കും.
സെൻട്രൽ ബാങ്കിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളും മണി എക്സ്ചേഞ്ചുകളും ഉൾപ്പെടെ മുഴുവൻ സ്ഥാപനങ്ങൾക്കും ഞായറാഴ്ച അവധിയായിരിക്കുമെന്ന് സൗദി സെൻട്രൽ ബാങ്ക് അറിയിച്ചു. ഫെബ്രുവരി 22-നാണ് സൗദി സ്ഥാപക ദിനമായി ആചരിക്കുന്നത്. സ്ഥാപക ദിനം ആഘോഷിക്കുന്നതിനായി പൊതു അവധി നൽകാനും രാജകീയ ഉത്തരവ് നിലവിലുണ്ട്. ഇത്തവണ ഫെബ്രുവരി 22 വരുന്നത് സർക്കാർ ഓഫീസുകളുടെ ആഴ്ച അവസാന അവധി ദിവസമായ ശനിയാഴ്ചയാണ്. സർക്കാർ ജീവനക്കാർക്കും ഞായറാഴ്ച ഔദ്യോഗിക അവധി നൽകാൻ ആവശ്യപ്പെട്ട് മുഴുവൻ സർക്കാർ വകുപ്പുകൾക്കും മാനവശേഷി സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ റാജി സർക്കുലർ അയച്ചു. വാരാന്ത്യ അവധിയും സ്ഥാപക ദിനാവധിയും ഒത്തുവരുന്ന സാഹചര്യങ്ങളിൽ തൊട്ടടുത്ത ദിവസം സ്ഥാപക ദിനത്തിന്റെ അവധിയായി നൽകണമെന്ന് സിവിൽ സർവീസ് തൊഴിൽ നിയമങ്ങളിലെ അവധി ദിവസങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ അനുശാസിക്കുന്നുണ്ട്. ഇതുപ്രകാരം വാരാന്ത്യ അവധി ദിവസമായ ശനിയാഴ്ചയ്ക്ക് പകരമായി ഞായറാഴ്ച സർക്കാർ ജീവനക്കാർക്ക് ദേശീയ ദിനാവധി നൽകുന്നുണ്ട്. സ്വകാര്യ മേഖലയിലെയും ലാഭേച്ഛയില്ലാത്ത മേഖലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്ക് ദേശീയ ദിനത്തിന് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒമാനിലേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ച 3 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. മുസന്തം ഗവർണറേറ്റിലെ ബൂഖ വിലായത്തിൽ നിന്നാണ് 8 പേരെ പോലീസ് പിടികൂടിയത്. ഏഷ്യൻ രാജ്യക്കാരാണ് അറസ്റ്റിലായത്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം നുഴഞ്ഞുകയറ്റക്കാരെ സഹായിക്കുന്നതും താമസ തൊഴിൽ സൗകര്യം ഒരുക്കുന്നതും കുറ്റകരമാണ്. അതിർത്തിയിലും കടൽ തീര പ്രദേശങ്ങളിലും പരിശോധന ശക്തമാക്കിയതിനാൽ നുഴഞ്ഞുകയറ്റക്കാരിൽ വൻ കുറവുണ്ടായിട്ടുണ്ട്. രാജ്യത്തിനകത്തും അനധികൃതമായി കടന്നുകൂടിയവരെ കണ്ടെത്താൻ പരിശോധനകൾ അധികൃതർ ശക്തിപ്പെടുത്തി. ഇത്തരക്കാർക്ക് തൊഴിൽ താമസ സൗകര്യങ്ങൾ ഒരുക്കി നൽകരുതെന്നും പോലീസ് ആവശ്യപ്പെട്ടു. അതേസമയം ഒമാനിലേക്ക് അനധികൃതമായി പ്രവേശിക്കുന്നവരെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ 9999 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിവരം അറിയിക്കണമെന്നും നുഴഞ്ഞുകയറുന്നവർക്ക് താമസ തൊഴിൽ സൗകര്യം ഒരുക്കരുതെന്നും റോയൽ ഒമാൻ പോലീസ് നേരത്തെ തന്നെ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ നക്കൽ വിലായത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും ബാർബർ ഷോപ്പുകളിൽ അധികൃതരുടെ ശക്തമായ പരിശോധന. കഴിഞ്ഞ ദിവസങ്ങൾക്കിടെ നഗരസഭാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നിയമലംഘനം കണ്ടെത്തിയ കടകൾക്കെതിരെ നടപടി സ്വീകരിച്ചു. നിരവധി സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകി. നിയമം ലംഘിച്ച് ജീവനക്കാർ തൊഴിലെടുക്കുന്നതും അധികൃതർ പരിശോധിക്കുന്നുണ്ട്. മസ്കറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും പരിശോധനകൾ ശക്തമാണ്. ഇന്ത്യൻ സ്കൂൾ ബോർഡിന് കീഴിൽ മസ്കറ്റിലും പരിസര പ്രദേശങ്ങളിലുമുള്ള 7 ഇന്ത്യൻ സ്കൂളുകളിലും പ്രവേശന നടപടികൾ അവസാന ദിവസങ്ങളിലേക്ക്. ഓൺലൈൻ രജിസ്ട്രേഷന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഓരോ സ്കൂളുകളിലേക്കും 100 കണക്കിന് വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തു. ഫെബ്രുവരി 20 വരെ ഓൺലൈൻ രജിസ്ട്രേഷൻ തുടരും.